ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഇഷ്ക് വ്ളോഗ്സ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു കത്രിക മാത്രം യൂസ് ചെയ്തിട്ട് വീട്ടമ്മ ആരംഭിച്ച ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാല്ല ഇതേപോലത്തെ ഓരോരോ സ്മോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരെ പരിചയപ്പെടുത്തുന്ന വീഡിയോസ് ഇനിയും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഒന്നും മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് നിങ്ങൾക്ക് വയനാട് സ്വദേശിനിയായിട്ടുള്ള ഷാഹിന എന്നൊരു വീട്ടമ്മയാണ്. 3 പെൺകുട്ടികളുടെ ഉമ്മയാണ്. ആ മോൾക്ക് വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു ചെറിയൊരു ക്രാഫ്റ്റ്, ചെറിയൊരു ഒരു ഹെയർ ബാൻഡ്, അത് പിന്നീട് വളർന്ന് വലിയൊരു സംരംഭമായിട്ട് മാഷാഅല്ലാ അവർക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും സ്റ്റാർട്ട് ചെയ്യാനും പറ്റുന്നതേ ഉള്ളൂ. ജസ്റ്റ് 200 രൂപ, ഒരു 200 രൂപയും ഒരു കത്രികയും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ബിസിനസ് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന വീഡിയോ കാണിക്കുന്നതൊക്കെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെയർ ആക്സസറീസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി വേറെയും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ജസ്റ്റ് ഒരു കത്രിക മാത്രം ഉപയോഗിച്ചിട്ടുള്ളതും ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് കണ്ടില്ല, ഈ വീഡിയോ കണ്ടില്ല, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിടുക അല്ലേ. എത്ര സിമ്പിളാണ്, എത്ര പെട്ടെന്നാണ് ഇങ്ങനൊരു ഹെയർ ബാൻഡ് ഉണ്ടായത്. ഇത് നിങ്ങൾക്ക് അടുത്തുള്ള ഫാൻസി ഷോപ്പിലൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ബിസിനസ് ആരംഭിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, അതായത് നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാനും അതിനൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഒരു കത്രികയും 200 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ വഴി ഇവർ അയച്ചു തരും. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഇവർ തന്നെ നിങ്ങൾക്ക് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ മെസ്സേജ് ചെയ്ത് പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, അപ്പോൾ അവരുടെ വാക്കുകളൂടെ ഒന്നും കൂടെ കേൾക്കുക. അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇനി അവരുടെ വോയിസ് ആയിരിക്കും കേട്ടോ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഹായ്, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷാഹിന, വയനാടാണ് വീട്. പിന്നെ എനിക്ക് 3 കുട്ടികളാണുള്ളത്. ആദ്യത്തെ മോളെ പേര് അൽഹന ഫാത്തിമ, 8 വയസ്സായി. രണ്ടാമത്തെ മോളെ പേര് അൽസന, 6 വയസ്സായി. മൂന്നാമത്തെ മോളെ പേര് അൽഹിബ, 1 വയസ്സായിട്ടോ. പിന്നെ ഹസ്ബൻഡും. ഇതാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. ഞാൻ യൂട്യൂബിലൂടെ ഏഞ്ചൽസ് ഡ്രീംസ് എന്ന പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഏഞ്ചൽസ് ഡ്രീംസ് ഹാൻഡ് മെയ്ഡ് ആക്സസറീസ് എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ ID ഏഞ്ചൽസ് ഡ്രീംസ് ഹാൻഡ് മെയ്ഡ് ആക്സസറീസ് എന്ന് തന്നെയാണ്. അപ്പം ഞാൻ എൻ്റെ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത് ഹെയർ ബൺ മെറ്റീരിയൽസും ഹെയർ ആക്സസറീസ് മെറ്റീരിയൽസും ആണ്. അതുപോലെ തന്നെ ഹെയർ ബാൻഡ്, ഹെയർ ബോ മേക്കിങ്ങും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിനുള്ള എല്ലാ ആക്സസറീസും സെയിലും ചെയ്യുന്നുണ്ട്. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. ഏതൊരു വീട്ടമ്മമാർക്കും സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ്സാണ് കേട്ടോ ഇത്. ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേണ്ട, ഷോപ്പ് വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ്. ഹെയർ ബണ്ണിന്റെ റോളായിട്ടാണ് വരിക. അതിന്റെ മെറ്റീരിയൽസ് കട്ട് ചെയ്തിട്ട് ഷോപ്പുകളിൽ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഫാൻസി ഷോപ്പ്, സൂപ്പർ മാർക്കറ്റ്, അതുപോലെ സ്റ്റേഷനറി, ഇവിടെയൊക്കെയാണ് നമ്മളെ പ്രൊഡക്റ്റ് കൊടുക്കേണ്ടത്. അതിന്റെ കൂടെ തന്നെ ഹെയർ ബോ മേക്ക് ചെയ്തിട്ടും നമുക്ക് കൊടുക്കാം കേട്ടോ. ഹെയർ ആക്സസറീസ് മെറ്റീരിയൽസും ഉണ്ട്. അതിൽ ബോ എങ്ങനെയാ ഉണ്ടാക്കുന്നതൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതുപോലെ മെറ്റീരിയൽസ് വാങ്ങി മേക്ക് ചെയ്തിട്ട് നമുക്ക് ഷോപ്പുകളിൽ കൊടുക്കാം കേട്ടോ. അല്ലാതെ നമുക്ക് റീറ്റെയിലായിട്ടും സെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ മോള്, ഞാൻ മൂന്നാമത്തെ ഡെലിവറി ചെയ്ത് കിടക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ ഒരു ബിസിനസ്സിനെ കുറിച്ച് ആലോചിക്കുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതും. നമുക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ നമുക്ക് എല്ലാവരും മുന്നിലും ജയിക്കണം എന്നുള്ളൊരാഗ്രഹം വരിക. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് കേട്ടോ ഉണ്ടായത്. അത് 3 പെൺകുട്ടികളായതിൻ്റെ പേരിൽ എനിക്കൊരു വിഷമം ഉണ്ടായി ഒരാളുടെ അടുത്തുനിന്നും. അപ്പോൾ അവരുടെ മുന്നിൽ ജയിച്ച് കാണിക്കണം എന്നുള്ള വാശിയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത് തന്നെ. അപ്പോൾ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്. ആരുടെ മുന്നിലും തോക്കാതെ വിജയിച്ച് കാണിക്കണം എന്നുള്ള ഒരു വാശി തന്നെയാണ് എനിക്ക് ഇൻസ്പിറേഷനായിട്ട് വന്നത്. അതിന് എനിക്ക് ഒന്നും തടസ്സമല്ല. എനിക്ക് ചെറിയ കുട്ടികളുണ്ടെന്നോ
അല്ലെങ്കിൽ വീട്ടിലെ ജോലികളുണ്ടെന്നൊന്നും ഞാൻ നോക്കാറില്ല. എനിക്ക് ചെയ്യേണ്ട ജോലി ഞാൻ പെട്ടെന്ന് തീർത്തിട്ട് ഇതിന് എൻ്റെ ഈ ബിസിനസ്സിനായിട്ട് ഒരു സമയം ഞാൻ കണ്ടെത്തും. അത് എത്ര വൈകിട്ടാണെങ്കിലും ഞാനത് കണ്ടെത്തി ചെയ്യാറുണ്ട്. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു. കാരണം എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു എങ്ങനെ ബിസിനസ് ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് ഒരു ഐഡിയ ഒന്നുമില്ല. എന്നാലും പിന്നെ കുഴപ്പമൊന്നുമില്ല. കുടുംബശ്രീ വഴിയൊക്കെ പിന്നെ പൈസ ഒക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം പൈസേൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ എനിക്കൊരു ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് സാധനങ്ങൾ എടുക്കാനും പിന്നെ പർച്ചേസ് ചെയ്യാനൊന്നും അതിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എല്ലാത്തിനും നല്ല സപ്പോർട്ടായതുകൊണ്ട് എനിക്ക് എന്തും വാങ്ങാനും ഉള്ള എൻ്റെ കൂടെ തന്നെ ആളുണ്ടാവും. അതുകൊണ്ട് എനിക്കതിൽ ഒരു ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ പിന്നെ എനിക്ക് വരുമാനം കിട്ടിത്തുടങ്ങി കേട്ടോ. എന്താ പറയുക, അത്യാവശ്യം നല്ല വരുമാനം തന്നെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇപ്പം. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കുട്ടികൾക്ക് ഹസ്ബൻഡിനെ ബുദ്ധിമുട്ടിപ്പിക്കാതെ തന്നെ എനിക്ക് എൻ്റെ കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാനും ഫീസ് അടക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡിനും ഒരു ഹെൽപ്പായി. ഞാനിവിടെ ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹം ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാനിവിടെ ഷെയർ ചെയ്യും പൈസ ആയാലും ഒക്കെ. അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ വീട്ടമ്മമാരും ഈ ബിസിനസ് ഹെയർ ബണ്ണൊക്കെ ഉണ്ടാക്കി ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല വരുമാനം തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഒരു സംശയവും വേണ്ട. പിന്നെ നമ്മൾ സെയിൽ ചെയ്യുന്ന പോലെ ഉണ്ടാവും നമ്മളെ വരുമാനം എന്ന് പറയുന്നത്. ആദ്യമൊക്കെ കുറേ ഷോപ്പുകളിലൊക്കെ ചോദിക്കുമ്പം ഇല്ല വേണ്ട എന്നൊക്കെ പറഞ്ഞാലും പിന്നെയും നമ്മളെ പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യാൻ ഓരോ ഷോപ്പുകളിൽ കൊണ്ട് കാണിച്ചു കൊടുത്താൽ എന്തായാലും നമുക്ക് മൂവിങ് ഉണ്ടാവും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. കുറേ ഷോപ്പുകളിൽ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അവരെന്നെ എനിക്ക് ഓർഡർ തരുന്നുണ്ട് കേട്ടോ. പിന്നെ സ്റ്റേഷനറി ഷോപ്പിൽ നിന്നായാലും ഒക്കെ എനിക്ക് ഒരുപാട് ഓർഡർ കിട്ടുന്നുണ്ട്. അപ്പം നല്ലൊരു വരുമാനം കൂടിയാണിത്. പിന്നെ ഓൺലൈനായിട്ടും ഞാൻ ഫേസ്ബുക്ക് വഴിയൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെറ്റീരിയൽസ് ആവശ്യമുള്ളവരും അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും ഒക്കെ ഞാൻ ഇതിൽ കൊടുക്കാം. മെറ്റീരിയൽസ് ആവശ്യമുള്ളവർക്ക് എൻ്റെ കോൺടാക്റ്റ് നമ്പറും തരാം കേട്ടോ. അതിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, എന്നെ വിളിക്കുകയൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളെ കയ്യിൽ എത്ര എമൗണ്ട് ഉള്ളത് അതിനനുസരിച്ച് എൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാം കേട്ടോ. ഇത്ര രൂപയ്ക്ക് സാധനം തരുന്നൊന്നുമില്ല. നിങ്ങളെ കയ്യിൽ എത്രയാണോ ബഡ്ജറ്റിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് സാധനം തരുന്നതായിരിക്കും. പിന്നെ ഹോൾസെയിലായിട്ടാണെങ്കിൽ അങ്ങനെയും തരാം, റീറ്റെയിലായിട്ട് വേണമെങ്കിൽ അങ്ങനെയും തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും കേട്ടില്ലേ, ഈ വീട്ടമ്മയുടെ വാക്കുകൾ തന്നെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കോൺഫിഡൻറ്റ് കൂടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇൻഷാല്ല പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.